തൃശൂരിൽ ബോൺ നത്താലെ ആവേശം 108 ഇടവകകളിൽ നിന്നായി 15,000 ക്രിസ്മസ് പാപ്പമാർ തൃശൂർ സ്വരാജ് റൗണ്ടിൽ അണിനിരന്നു. വലുതും ചെറുതുമായ 20 പ്ലോട്ടുകളാണ് ബോൺ നത്താലയിലുള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ ബോൺ നത്താലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവരങ്ങളുമായി കെ അഖിൽ ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. അഖിൽ, തൃശ്ശൂർ ഇപ്പോൾ ചുവന്നു തുടുത്തിരിക്കുകയാണ്, പാപ്പാമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും വലിയ ആവേശം തന്നെയാണ് തൃശ്ശൂർ പാപ്പാമാരുള്ളത്. ആ മറ്റു പാപ്പമാരിൽ പോകുന്നതിന് മുമ്പ് ആദരിക്ക് ഞാൻ ഒരു വ്യത്യസ്തനായ ഒരു പാപ്പയെ കാണിച്ചു തരാം. ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും. കുട്ടു എന്നാണ് കേട്ടോ ഇവന്റെ പേര്. 1 വയസ്സാണ് ഇവന്. ഇവൻ കഴിഞ്ഞ തവണ ശ്രീശ്രേന്തിക്കും ഇവിടെ എത്തിയിരുന്നു. എന്ത് പറ്റി ഇത്തവണ പാപ്പാഞ്ഞിയുടെയും കൂടി ഒരു വേഷം കെട്ടാൻ തോന്നുന്നു? അങ്ങനെയില്ല, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ക്രിസ്മസ് വരുമ്പോ നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോ വിടാൻ പാടില്ലല്ലോ. എന്തായാലും ഞാൻ പോകുന്നിടത്തൊക്കെ ഇവരെ കൊണ്ടുപോകാറുണ്ട്. ആളെങ്ങനെ ഹാപ്പിയാണോ? ആളോ പിന്നല്ലാതെ അഗ്രസീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ആള് പാര വിളിച്ചാലും പൂവും കൂടെ. എന്നെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് എന്നെ നോക്കും, അത്രേ ഉള്ളൂ. ആളുകളൊക്കെ കാണുമ്പോ എങ്ങനെയുണ്ട് ഈ ഒരു വ്യത്യസ്തനായ പാപ്പേനെ കാണുമ്പോൾ? എല്ലാവരും ഓടി വന്നു, എടുത്തു. അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യോ ചേച്ചി ചോദിക്കും, ഒന്നും ചെയ്യില്ല, നിങ്ങൾ ധൈര്യമായിട്ട് തൊട്ടോ, കുഴപ്പമില്ല. അതിന് ആൾക്കൊരു വലിയ കൊമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ മാലാകമാർക്ക്. അതായത് ആ ഡിയറിനുള്ള സാന്റയുടെ വണ്ടി വലിക്കുന്ന ഡിയറിനുള്ള കൊമ്പുണ്ട്. പിന്നെ അവൻ അതിൻ്റെതായ ചേർന്നുള്ള ഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആളെ കമ്പനിയാണ്, പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറച്ച് മുമ്പ് എടുത്തിരുന്നു. എന്തായാലും ഒരു വ്യത്യസ്തനായ പാപ്പയെ ഞാൻ എന്തായാലും ഈ ലൈവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. അതുപോലെ തന്നെ മറ്റ് പാപ്പമാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. വലിയ ആവേശമാണ് ഇവിടെ ഉള്ളത്. അവരെ കാണാനായിട്ട് ഇപ്പോൾ മെത്രാപ്പൊലീത്ത എത്തിയിട്ടുണ്ട്. മെത്രാപ്പൊലീത്ത ഈ തരത്തിലുള്ള ആളുകളെ കാണുകയാണ് എന്നുള്ളതാണ്. വലിയ ആവേശമാണ് എന്തായാലും ഇവിടെയുള്ളത്. വലിയ ആവേശം തന്നെയാണ് തൃശ്ശൂർ നഗരത്തിന്. അതായത് തൃശ്ശൂർ നഗരമാകെ ചുവന്നിരിക്കുന്നു. രാത്രിയായി, സമയരാത്രിയായി, പക്ഷേ അതിന്റെ ആവേശത്തിനൊന്നും ഒട്ടും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ നൃത്തം വെച്ച ഒരു കുറച്ച് സമയം മുമ്പാണ് ഇപ്പോൾ നൃത്തം വെച്ചത്. വലിയ ഒരു ആവേശം. നമുക്ക് കുറച്ച് ചെറിയ മക്കളുണ്ട്, നമുക്ക് അവരോടൊക്കെ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു തവണത്തെ ഡാൻസ് കളിച്ചോ? നന്നായി കളിച്ചു. ഫസ്റ്റ് കിട്ടുന്ന ഉറപ്പില്ല, എന്നാലും കുഴപ്പമില്ല. അടിപൊളിയായി കളിച്ചു. കുഞ്ഞു മക്കളാണ് കേട്ടോ. നല്ല രസത്തിൽ തന്നെയാണ് അവരൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഈ ഇടവകക്കാരൊക്കെ തന്നെ നടക്കുമ്പോൾ അവരവരുടേതായ രീതിയിൽ, അതായത് ഈ പോകുന്ന ഓരോ ഇടവകയ്ക്കും ഒരു പ്രത്യേകമായിട്ടുള്ള സംഘങ്ങളാണ്. അപ്പോൾ 107 ഇടവകകളിൽ നിന്നുള്ളത്. അപ്പോൾ ഓരോ സംഘത്തിന് മുൻപിൽ ഇത്തരത്തിൽ ഒരു യേശു കുഞ്ഞും അതായത് മറിയവും കുഞ്ഞും യേശുവും ഒക്കെ തന്നെ ഉണ്ട്. മാലാകമാരുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ പോകുന്നത്. അതിന് പിന്നിലാണ് ഈ സാന്റമാർ വരുന്നത്. അതിന് പുറകിലായിട്ട് ഓരോ വിഭാഗത്തിനൊപ്പം തന്നെ അവരുടേതായ പ്ലോട്ടുകൾ, അതായത് 21 പ്ലോട്ടുകളുണ്ട്. അതിൽ ഈ വയനാട് ദുരന്തത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്നത് ഏറ്റവും ആകർഷമായ 60 അടി വലുപ്പമുള്ള ഈ ഒരു വലിയ ഒരു പ്ലോട്ട്, LED പ്ലോട്ട് വരാനുണ്ട്. അത്തരത്തിൽ വലിയ രസകരമായ നിരവധി പ്ലോട്ടുകൾ ഇത്തവണത്തിലുണ്ട്. അതൊക്കെ തന്നെ ഇതിന് പുറകിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഘങ്ങളും അവരുടെ ഊഴത്തിനായിട്ട് അവർ കാത്തിരുന്നവരിങ്ങനെ ആ ആവേശത്തിൽ തന്നെ പോവുകയാണ്. രാത്രി എത്തിയിട്ടും ഒരു ആവേശത്തിലൊന്നും ഒട്ടും കുറവില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയും നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള നിരവധിയായ സംഘങ്ങളുണ്ട്. ഇതിൽ 5 വിഭാഗങ്ങളായിട്ട്, അതായത് ഓരോ ഇടവകയിലെയും കുടുംബങ്ങളുടെ എണ്ണം അനുസരിച്ച് 5 വിഭാഗങ്ങളായിട്ടാണ് ഇത്തവണ ഇത് തിരിച്ചിരിക്കുന്നത്. 5 വിഭാഗങ്ങളിൽ നിന്നാണ് ഈ 108 ഇടവകകൾ ഇത്തവണ മത്സരത്തിലുള്ളത് എന്നുള്ളത്. അവരവരുടെ, അതായത് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഓരോ സംഘങ്ങളും ഈ ഒരു ഭാഗത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജില്ലാ ഹോസ്പിറ്റലിന് സമീപമാണ്. ഈ ഒരു ഭാഗത്താണ് ഈ മത്സരിച്ചുള്ള കളിയും ആ മത്സരവും ഒക്കെ നടക്കുന്നത്. ഈ ഒരു ഭാഗത്താണ്. അവിടേക്ക് എത്തുമ്പോൾ അവർ കൃത്യമായി ഡാൻസ് ഒക്കെ കളിച്ച് മുന്നോട്ട് പോകുന്നു. ചേരാൻ വേണ്ടിയിട്ടൊക്കെ ഓടി എത്തുകയാണ്. കാരണം സമയം വൈകി, രാത്രിയായി. തീർച്ചയായും തൃശ്ശൂർ ചുവന്ന് തുടുത്തിരിക്കുകയാണ്. അഖിൽ പറഞ്ഞതുപോലെ ബോൺ നത്താലയുടെ ആവേശം നമുക്ക് സ്ക്രീനിലും കാണാൻ സാധിക്കുന്നുണ്ട്. 108 ഇടവകളിൽ നിന്നായി 15,000 ക്രിസ്മസ് പാപ്പമാരാണ് സ്വരാജ് റൗണ്ടിൽ അണിനിരന്നിരിക്കുന്നത്. കൂടെ മാലാഖമാരും മറിയവും എല്ലാം ഒപ്പമുണ്ട്. നിരവധി പ്ലോട്ടുകളുമെല്ലാം ഉണ്ട്. അങ്ങനെ തൃശ്ശൂർ വർണ്ണാഭമായി ഇരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് കെ അഖിലാണ്.